ത്രിയേക ദൈവത്തിൻ്റെ അതിധന്യ തിരുനാമം മൗത്തീകരിക്കപ്പെടട്ടെ. ഈ ദേവാലയത്തിൻ്റെ ആദരണീയനായ വികാരി മോൻസി അച്ഛൻ, വൈദിക സെമിനാരിയിലെ എൻ്റെ ഗുരുനാഥനും ഒക്കെയായ വന്ദനായ അമേലച്ഛൻ തുടങ്ങി പിതൃസ്ഥാനീയരും സഹോദരങ്ങളുമായ വൈദികരുടെ സാന്നിധ്യത്തിലാണ് ഈ മാമോദീസ ശുശ്രൂഷയെക്കുറിച്ച് പറയുവാനായിട്ട് എനിക്ക് ലഭിച്ച നിയോഗത്തെ ദൈവത്തെ അനവരതം സ്തുതിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന പ്രിയമുള്ള ഏവരുമേ, പ്രത്യേകിച്ച് പരിശുദ്ധമായ മാമോദീസ എന്ന പരിപാവനമായ കൂദാശയിൽ സംബന്ധിക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്. പലവിധമായ കൂദാശകളുടെ സമഞ്ജസമായ സമന്വയമാണ് ഇവിടെ നടക്കുന്നെന്നുള്ളതൊക്കെ ഏവർക്കും സുപരിചിതമാണല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഞാനും ഒരു 2.5 വയസ്സുകാരൻ്റെ അപ്പനാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മളൊരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാറുണ്ട്. അത് ഏറ്റവും ചെറിയ പ്രായത്തിൽ ശബ്ദം കേൾക്കുന്ന കളിപ്പാട്ടമാണ് മേടിച്ചു കൊടുക്കുന്നത്. അതിനല്പം കൂടെയൊക്കെ മാസങ്ങൾ പിന്നിടുമ്പോൾ നല്ല വർണ്ണാഭമായ രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ, പിന്നെ അവൻ്റെയും അവളുടെയും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. ടിഞ്ചുവും പ്രിയമുള്ളവരുമൊക്കെ എത്രമാത്രം ആലോചിക്കും. ഒരു ചെറിയ നിസ്സാരമായ കളിപ്പാട്ടം നമ്മുടെ കുഞ്ഞിന് നമ്മൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വല്ല കടയിൽ നിന്ന് പോലും മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എത്രമാത്രം, ഇല്ലേ? എൻ്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം എന്താണ് എന്ന് നമ്മൾ 2, 3, 4 തവണ ആലോചിച്ചായിരിക്കും കുഞ്ഞിന് മേടിച്ചു കൊടുക്കുക. ഒരു ചെറിയ സമയത്തേക്കുള്ള കളിപ്പാട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ കുഞ്ഞിന് കൊടുക്കുവാനായിട്ട് തുടങ്ങുന്നത് അവൻ്റെ ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യജീവന്റെ വലിയ സാധ്യതയുള്ള വലിയ കൂദാശയാണ്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠപരമായ ഒരുക്കത്തിൽ, ശ്രേഷ്ഠപരമായ അനുഭവത്തിലൊക്കെയാണല്ലോ നമ്മളിവിടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധമായ മാമോദീസയെക്കുറിച്ച്, അതിൻ്റെ ആരാധനാ ദൈവശാസ്ത്രത്തെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും മനോഹരമായി പരിശുദ്ധമായ മാമോദീസയെക്കുറിച്ച് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയത് ദിവനാസ്യോസ് ബർഷ്ലീബി എന്ന ഒരു വലിയ പിതാവാണല്ലോ. അദ്ദേഹം മാമോദീസയെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ 3 തലത്തിലാണ് ബർഷ്ലീബി എന്ന വലിയ പിതാവ് മാമോദീസയെ പറ്റി ദൈവശാസ്ത്രപരമായി അടയാളപ്പെടുത്തുവാനായിട്ട് തുടങ്ങുന്നത്. മാമോദീസ ക്ലെൻസിങ്ങിൻ്റെയും റീജനറേഷൻ്റെയും എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എലുമിനേഷൻ്റെയും ഒക്കെയാണെന്നാണ് അദ്ദേഹം അടയാളപ്പെടുത്തുവാനായിട്ട് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഒന്നാമത് ക്ലെൻസിങ് എന്നാണ് ആ പിതാവ് ഈ മാമോദീസയെ കുറിച്ച് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ കൂദാശ എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ആണെങ്കിലും റൂട്ട് വേർഡൊക്കെ അന്വേഷിച്ചാൽ ബാപ്റ്റിസ്മ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ ഒക്കെ അർത്ഥം കഴുകൽ എന്നൊക്കെയുള്ള അർത്ഥമാണല്ലോ. തീർച്ചയായിട്ടും ഇത് കുഞ്ഞിനെ ശുദ്ധീകരിക്കുന്ന കൂദാശ എന്ന തലത്തിലാണ് നമ്മൾ കാണുന്നത്. ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാന് കുഷ്ഠരോഗം ബാധിക്കുമ്പോൾ വേലക്കാരി പെണ്ണിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഏലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് നയമാൻ വരുന്നുണ്ട്. അപ്പോൾ ശുദ്ധീകരിക്കാൻ ഞാൻ എന്താണ് പ്രവാചകനെ ചെയ്യേണ്ടതെന്ന് ഏലീശയോട് നയമാൻ ചോദിക്കുമ്പോൾ ഏലീശ പറയുന്ന മനോഹരമായ ഒരു മറുപടിയുണ്ട്. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിലാണല്ലോ അത് കിടക്കുന്നത്. നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി നിവരാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ നയമാന്റെ ഒരു മറുപടിയുണ്ട് ഏലീശയോട്. അത് 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ്. ദമ്മേശേക്കിലെ നദികളായ അബാനും പർപ്പരും ഇസ്രായേലിലെ മറ്റ് നദികളെക്കാളും ശ്രേഷ്ഠമല്ലോ, എനിക്ക് അവിടെ മുങ്ങി നിവർന്ന് ശുദ്ധനായാൽ പോരെ എന്നാണ് ഏലീശയോട് നയമാൻ ചോദിക്കുന്നത്. അപ്പോൾ ഏലീശ പറയുന്നു, പറ്റില്ല, ശുദ്ധീകരണത്തിന് നീ യോർദാനിൽ തന്നെ പോകണമെന്നുള്ളതാണ്. കണ്ട കുഴിയിലും തോട്ടിലും ഒന്നും പോയി മുങ്ങിപ്പൊങ്ങിയ രക്ഷയുടെ അനുഭവമില്ല. മലങ്കര സഭയുടെ ആത്മീക യോർദാൻ ആ കാണുന്ന മാമോദീസ തൊട്ടിയാണ്. നോ സാൽവേഷൻ വിത്തൗട്ട് ചർച്ച്. സഭയ്ക്ക് മാത്രമേ പ്രിയമുള്ളവരെ രക്ഷ കൊടുക്കുവാനായിട്ടുള്ള അവകാശമുള്ളൂ. അതുകൊണ്ട് നമുക്കറിയാം. അതുകൊണ്ട് പലരും നമ്മളോട് ചോദിക്കും, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നൊന്നും ഒരു ഓർത്തഡോക്സുകാരൻ്റെ ദൈവശാസ്ത്ര ബോധ്യത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. നമ്മളുടെ ദൈവശാസ്ത്ര സങ്കല്പത്തിൽ രക്ഷാസിദ്ധാന്തത്തിന് ഭൂതവും ഭാവിയും വർത്തമാനം ഉൾക്കൊള്ളുന്ന ഒരു ഉത്തരമേ നമുക്ക് പറയുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് മാമോദീസ ഏൽക്കുമ്പോൾ അതിനുശേഷം ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്, ഈ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടുവാനായിട്ടിരിക്കുന്നു എന്ന
ഒരു ഉത്തരമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ക്ലെൻസിംഗ് ആണ്, കുഞ്ഞിനെ കഴുകുന്ന അനുഭവത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. രണ്ടാമത് ഈ കൂദാശയെ കുറിച്ച് പറയുന്നത് റീജനറേഷൻ എന്നുള്ളതാ. യഥാർത്ഥത്തിൽ ബർഷ്ലീമേബി എന്ന പിതാവ് ഇതിനെ അദ്ദേഹം വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതും വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം വെച്ചുകൊണ്ട് കർത്താവും നിക്കോദിമോസും തമ്മിലുള്ള സംഭാഷണമായിട്ടാണ്. ഒരുവന് പുതിയതായി ജനിക്കണമെന്നുള്ള കർത്താവിന്റെ സംഭാഷണത്തിന് മറുപടിയായി അമ്മയുടെ ഉദരത്തിൽ നിന്നും എങ്ങനെ ജനിക്കുവാനായി സാധിക്കുമെന്ന കൗണ്ടർ ചോദ്യം നിക്കോദിമോസ് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന മനോഹരമായ മറുപടിയാണ് വെള്ളത്താലും ആത്മാവിനാലും ശുദ്ധീകരിക്കണമെന്നുള്ള റീജനറേഷന്റെ. മലങ്കര സഭയുടെ ആത്മീക യോർദാനായ, അതിന്റെ അപ്പുറം സഭയുടെ ആത്മീക ഗർഭപാത്രമായ പരിശുദ്ധ മാമോദീസ തൊട്ടിയിൽ സഭയുടെ പ്രവേശന കവാടത്തിലൂടെ ഈ കുഞ്ഞ് ജനിക്കുകയാണ്. ജനിച്ചിട്ട് നിങ്ങളിലോട്ട് തരികയാണ്. എന്തിനാണ്? വളർത്താൻ, വിശ്വാസത്തിൽ. അതുകൊണ്ട് മാതാപിതാക്കന്മാർ കസ്റ്റോഡിയൻഷിപ്പ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഈ പ്രാർത്ഥനയിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കുഞ്ഞിന് ലഭിക്കുന്ന വലിയ അനുഭവത്തിൽ സൺഷിപ്പ് എന്നുള്ള പുത്രസ്വീകാരിത്വത്തിന്റെ നൽവരം എന്നൊക്കെ തന്നെയാണ് പിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിച്ച് നമ്മുടെ മാമോദീസയിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെയോ ചൊല്ലിത്തീർക്കുന്നതും അതിന് പ്രതിവാക്യം പറഞ്ഞ് നമ്മളൊക്കെ നിൽക്കുന്നതും. അതുകൊണ്ട് റീജനറേഷന്റെ സാധ്യതയാണ്. അവസാനം പ്രിയമുള്ളവരെ, ഇലുമിനേഷൻ എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെയാണ് ലൂമിനറി എന്നൊക്കെയുള്ള പദം വന്നതും. എൻലൈറ്റ്മെന്റ്, ബുദ്ധന്റെ ബോധോദയം ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് പ്രകാശീകരണത്തിന്റെ കൂദാശയാണ്. ഈ മാമോദീസ കൂദാശയുടെ ദൈവശാസ്ത്രത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ കുഞ്ഞിനെ മാമോദീസ മുക്കുമ്പോൾ നമുക്കറിയാം, കർത്താവേ നീ യോർദാനിൽ ഇറങ്ങിയപ്പോൾ നിന്റെ പ്രകാശത്തിന്റെ വസ്ത്രം യോർദാൻ നീ ഊരിവെച്ചതുപോലെ ആത്മീയ മാമോദീസ ഏൽക്കുന്ന ഈ ശിശുവിന്, സ്നാനാർത്ഥിക്ക് നിന്റെ പ്രകാശത്തിന്റെ വസ്ത്രം കൊടുക്കണമെന്നാ പറയുന്നത്. ദ ഗാർമെന്റ് ഓഫ് ഗ്ലോറി എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രകാശീകരണത്തിന്റെ കൂദാശയാണ്. പ്രകാശം നമുക്കറിയാം എല്ലാ മതത്തിലും ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായിട്ടൊക്കെയാണ് കരുതുന്നത്. അത് പ്രകാശത്തിന്റെ പെരുന്നാൾ പോലും ആഘോഷിക്കുന്ന മതങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യഹൂദ പാരമ്പര്യത്തിൽ പ്രകാശത്തിന്റെ പെരുന്നാളാണ് ഹനൂക്ക പെരുന്നാൾ. ഹൈന്ദവ പാരമ്പര്യത്തിൽ പ്രകാശത്തിന്റെ പെരുന്നാളാണ് ദീപാവലി. പ്രത്യേകിച്ച് നമുക്കറിയാം ക്രൈസ്തവ പാരമ്പര്യത്തിൽ പ്രകാശത്തിന്റെ പെരുന്നാളാണ് ദനഹ, മാമോദീസ എന്ന കൂദാശയുടെ ആ വലിയ തലത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് വെള്ള വസ്ത്രത്തിലൊക്കെ അതൊരു പ്രതീകാത്മകമൊക്കെ ആണെങ്കിലും തലതൊടുന്ന അപ്പനൊക്കെ ശുഭ്ര വസ്ത്രത്തിലൊക്കെ മേടിക്കുന്നത് ആ പ്രകാശീകരണത്തിന്റെ അനുഭവങ്ങളിൽ എന്ന തലത്തിലൊക്കെ ആണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുഞ്ഞിന് ഇവിടെയായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, ഇതിൽ ഗുരുനാഥന്മാർ തുടങ്ങി പിതൃസ്ഥാനീയന്മാർ തുടങ്ങി സഹോദര വൈദികരൊക്കെ ഉണ്ട്. എല്ലാ വൈദികരുടെയും എല്ലാവിധമായ ആശംസകളും നേരുകയും ഈ കുഞ്ഞിനെ ഏറെ മനോഹരമായി വളർത്തുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് സമൂഹത്തിന് കൊള്ളാവുന്നവനായി, സഭയ്ക്ക് കൊള്ളാവുന്നവരായി വളർത്തിയെടുക്കുവാനുള്ള അവകാശമാണ് നിങ്ങൾക്ക് തരുന്നത്. തീർച്ചയായിട്ടും അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്ന പ്രിയപ്പെട്ട വികാരി അച്ഛനോടുള്ള നന്ദി. ദൈവനാമം മാത്രം മഹത്വീകരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.